ഹലോ ഡിയേഴ്സ്, നമ്മുടെ പവിത്രം പുത്തൻ പ്രൊമോ, ഒരു രക്ഷയില്ലാത്ത പ്രൊമോ ആട്ടോ. നമ്മുടെ വേദയും നമ്മുടെ വിക്രവും തമ്മിൽ ഭയങ്കര സെറ്റ് ആവുന്ന ഒരു പ്രൊമോ തന്നെ ആട്ടോ കൂട്ടുകാരൻ. നമുക്ക് ഇത്തവണ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ വിശ്വേട്ടൻ ജോലിക്ക് പോകാൻ ഇറങ്ങുവാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇന്റർവ്യൂവിനാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ ഏടത്തിയമ്മ ഇങ്ങനെ നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട്, വിശ്വേട്ടൻ ഇന്റർവ്യൂവിനൊന്നും അല്ല ജോലിക്കാ പോകുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേദയാട്ടോ ഈ ജോലിയൊക്കെ തരപ്പെടുത്തി കൊടുത്തത് നമ്മളെല്ലാം കണ്ടു കാണും. നമ്മുടെ വേദ ജോലി ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ വേദയെ നമ്മുടെ ഏടത്തെ കെട്ടിപ്പിടിച്ച ആ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിക്രത്തിനും ഒരു സന്തോഷം ഉള്ളിന്റെ ഉള്ളില്, വേദ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. വേദ ശരിക്കും ഇപ്പൊ ആ ഒരു വീട് സ്വന്തം വീട് പോലെയും സ്വന്തം അമ്മയെ പോലെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു തുടങ്ങുന്നു. ആ വീടിന് വേണ്ടി സ്വയം മാറുന്നു. അങ്ങനെ പല പല രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒടുവില് നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട്, ഒരു വിശേഷ ദിവസമാണ് വരാൻ പോകുന്നത്. നമ്മളൊക്കെ ആ ഒരു കാരണന്മാരോടുള്ള സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല, അത് പ്രകടിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വിക്രം മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വിക്രം അതേപോലെ തന്നെ നമ്മുടെ അമ്മയ്ക്ക് നല്ലൊരു പട്ടുസാരിയൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ഛനും കൊടുക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ അതെടുത്ത് വലിച്ചെറിയുവാട്ടോ. ഇവൻ നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പൈസയും കൊണ്ടല്ലല്ലോ ഇത് മേടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ വിക്രത്തിന് ഭയങ്കര സങ്കടമാവട്ടോ കൂട്ടുകാരെ. എന്നിട്ട് വിക്രം അതിനുശേഷം പുതിയ ജോലിക്ക് പോകുന്ന ഒരു രംഗങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്ന. പുതിയ ജോലി വേറെ ഒന്നുമല്ല, ചുമടെടുക്കൽ ജോലി. ആ ഒരു ചുമട്ട് തൊഴിലാളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ജോലിയാട്ടോ. പക്ഷെ ഇത് വീട്ടിൽ ആരെയും അറിയിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വേദ അവിടെ കൂടി വഴിയിൽ കൂടി പോകുന്ന ആ ഒരു സമയത്ത് വിക്രം ഇങ്ങനെ ചുമടെടുക്കുന്ന രംഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ വേദയ്ക്ക് ഇങ്ങനെ അഭിമാനം തോന്നുവാട്ടോ, വിക്രം അവർ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.